ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോണ സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തു നട്ടിരിക്കുന്നതും തക്ക കാലത്തു ഫലം കായ്ക്കുന്നതും ഇല വാടാതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തു നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വേദം പഠിച്ച് രാപ്പകൽ ധ്യാനിക്കണം. അവൻ ഭാഗ്യവാനാണ്. ഈ ഭൂമിയിൽ അവനക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടാകും. ഒരു നാളും ദൈവം അവനെ കൈവിടില്ല. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച തന്നെ ദൈവമക്കളെ, ദൈവം നമ്മളെ അന്വേഷിക്കുള്ളൂ. ദൈവത്തെ നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ കൈവിടും. കർത്താവ് പറയുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ നാം മാനിക്കുന്നതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജാതികളെ പോലെ ജീവിക്കരുത്. അവിടെ നിന്ന് വേർപെട്ട് വന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സത്യസന്ധമായി തന്നെ ജീവിക്കണം. കാരണം കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഊറ്റിത്തന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? ഇല്ല, ആരും രക്ഷിച്ചിട്ടില്ല. നമ്മളെ ജനിപ്പിച്ച അപ്പനമ്മയും കൂടി അതുപോലെ ചെയ്തിട്ടില്ല. നമ്മുടെ ദൈവം, കാരണം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാണ്. കാരണം ആ ദൈവത്തിൻ്റെ സ്നേഹം വലുതാണ്. കാരണം ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടേ. അതുകൊണ്ടാണ് ദൈവം നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ അടുത്ത് വാ പറഞ്ഞിട്ട് ദൈവം നമ്മുടെ പിന്നാലെ വരാൻ കാരണം അതുതന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ആ ദൈവത്തിനെ നമ്മൾ നേർമയായിട്ടും സത്യസന്ധമായിട്ടും കർത്താവിനെ വേദനിപ്പിക്കാണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കാണ്ട് നമ്മൾ ജീവിക്കണം. അപ്പം നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുഗ്രഹം കിട്ടും. സ്വർഗത്തിൽ നമ്മൾ കടന്നു പോകും. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. എപ്പോഴും ഹൃദയശുദ്ധി ഉള്ളവരായി ജീവിക്കണം. ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റില്ല. ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണുന്ന കർത്താവ് വചനം പറയുന്നുണ്ട്. ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.